നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില ജീവികൾ നമ്മളുടെ ഗ്രഹത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്താറുണ്ട്. അങ്ങനെയുള്ള ജീവികൾ എത്തിച്ചേരുമ്പോൾ പലർക്കും അതൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ജീവികളുടെ വരവ് നമുക്ക് ദോഷമാണോ ഗുണമാണോ? ഇതൊന്നും പലർക്കും അറിയില്ല. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ പല പ്രേക്ഷകരോട് ചോദിക്കാറുണ്ട്. ക്ഷണിക്കപ്പെടാതെ ഇത്തരത്തിൽ പക്ഷി മൃഗാദികൾ നമ്മളുടെ ഗ്രഹങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ താമസം വിനാ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനകളായിട്ടും നമ്മളുടെ പൂർവികന്മാർ കരുതിയിരുന്നു. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കേണ്ട കാലത്ത് തന്നെ സംഭവിക്കും. എന്നിരുന്നാലും സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു സൂചന ലഭിക്കുന്ന പക്ഷം നമുക്ക് അതൊക്കെ ഒന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥനയോടുകൂടി പരിഹാരം എന്നുള്ള രീതിയിൽ ചെയ്ത് അതിന്റെ ദോഷങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് സാധിക്കും. അശുഭ സംഭവങ്ങളുടെ ദിക്കുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി ആശ്വാസമേകാൻ അതുകൊണ്ട് സാധിക്കും. അത്തരത്തിലുള്ള ഈ പക്ഷി മൃഗാദികളുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങളുടെ ചില മറുപടികൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിച്ചു പോകാം. എന്തായാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദോഷങ്ങളെ ലഘൂകരിക്കാനുള്ള കഴിവുണ്ട്. ചെറിയ ചെറിയ വീഡിയോകളിലായിട്ടാണ് വിഷയത്തെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് പഴുതാര ഗൃഹത്തിൽ കാണപ്പെട്ടാൽ എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. നിരവധി കാലങ്ങളുള്ള ഒരു വിഷജീവിയാണ് പഴുതാര. എത്രയൊക്കെ വീട് വൃത്തിയാക്കി സൂക്ഷിച്ചാലും വെളിയിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് മഴക്കാലത്ത് പഴുതാര കേരളത്തിൽ പല സ്ഥലങ്ങളിലും വരാറുണ്ട്. ചില ദേശക്കാരൊക്കെ പഴുതാരയെ ഭാഗ്യ ചിഹ്നമായിട്ട് കാണാറുണ്ട്. നമ്മുടെ ശരീരത്തിലോ ഗൃഹത്തിലോ പഴുതാരയെ കാണുന്ന പക്ഷം ആ കുടുംബത്തിൽ വ്യക്തികൾക്ക് രാഹു ദുർബലമായി ഇരിക്കുന്ന അവസ്ഥയാണ് എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഞായർ, ചൊവ്വ, വെള്ളി, ആയില്യം, വെളുത്തവാവ് ദിവസം പകൽ, കറുത്തവാവ് ദിവസം രാത്രി എന്നീ ദിവസങ്ങളിലൊക്കെ വീടിനുള്ളിൽ പഴുതാരയെ കാണുന്ന പക്ഷം അത് സർപ്പദോഷത്തിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉടൻ തന്നെ അതിനായിട്ട് പരിഹാരം ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ 3 ദിവസം തുടർച്ചയായി പഴുതാരയെ ദർശിക്കുന്ന പക്ഷം അത് ശത്രുദോഷത്തിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ക്ഷേത്രങ്ങളിൽ ശത്രുദോഷ ശാന്തിക്കുള്ള വഴിപാടുകളെ ചെയ്യുക. നമ്മൾ ധരിക്കേണ്ട ചെരുപ്പിൽ പഴുതാരയെ കാണുന്ന പക്ഷം വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധന സാമഗ്രികൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയും അത് സൂചിപ്പിക്കുന്നുണ്ട്. വിളക്ക് കൊളുത്തുന്ന നേരമോ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന നേരത്തോ ഈശ്വരന്മാരുടെയോ പുണ്യഗ്രന്ഥങ്ങളുടെയോ ഒക്കെ സമീപത്തു കൂടിയോ ഒക്കെ പഴുതാര ഇഴഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ഗ്രഹത്തിലെ ഉപാസന കാര്യങ്ങൾ ദുർബലമായി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. പഴുതാര അനങ്ങാതെ കിടക്കുകയോ വീടിന്റെ പ്രധാന വാതിലിന്റെ കട്ടിളപ്പടിയിലായിട്ട് കിടക്കുകയോ അവിടെയൊക്കെ ചത്ത് കിടക്കുന്നതായിട്ടോ ഒക്കെ കാണുന്ന പക്ഷം അത് ശാപദോഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ട് പറയുന്നുണ്ട്. മുൻജന്മത്തിലെയോ ഈ ജന്മത്തിലെയോ ശാപങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടാണ് അതിന്റെ സൂചന. കിടക്കയിലാണ് പഴുതാരയെ കാണുന്നതെങ്കിൽ ഭാര്യാഭർത്തക്കന്മാർ തമ്മിൽ കലഹത്തിന് സാധ്യതയായിട്ട് പറയണം. വാഹനത്തിലാണ് പഴുതാരയെ കാണുന്നതെങ്കിൽ അത് അപകട സാധ്യതയും സൂചിപ്പിക്കുന്നു. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പുഷ്പത്തിലോ പ്രസാദങ്ങളിലോ ഒക്കെ പഴുതാരയെ കാണുന്ന പക്ഷം അത് ദേവതാ കോപത്തെ സൂചിപ്പിക്കുന്നു. പൊതുവസ്ത്രത്തിലാണ് പഴുതാരയെ കാണുന്നതെങ്കിൽ അത് അഗ്നി കോപത്തെ സൂചിപ്പിക്കുന്നു. വീടിനുള്ളിൽ, പ്രത്യേകിച്ച് അടുക്കളയിൽ പഴുതാര ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നതായിട്ട് പലപ്പോഴും കാണുന്ന പക്ഷം അത് വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിഷജീവിയാണെങ്കിലും പഴുതാരയെ വീട്ടിൽ കണ്ടാൽ കൊല്ലരുത്, അതിനകത്ത് വെച്ച് കൊല്ലരുത് എന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. അതിനെ പുറത്തേക്ക് കൊണ്ട് കളയാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് ആധുനികമായിട്ടുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ എത്രമാത്രം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് സംശയാസ്പദമാണ്. എന്നിരുന്നാലും ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ശാസ്ത്രീയത നമ്മളുടെ പൂർവികർ ദർശിച്ചിരുന്നിരിക്കാം. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പലതും ശരിയാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും തള്ളിക്കളയാതിരിക്കുക, എന്നാൽ അമിതമായി ഒന്നും സ്വീകരിക്കാതെയും ഇരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.